വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നും വലിയ വില കൊടുത്ത് ക്രീം അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിക്കാറുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഇഷ്ടപ്പെട്ട കളറിൽ ലിപ്സ്റ്റിക് ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വാസ്ലൈൻ അഥവാ പെട്രോളിയം ജെല്ലിയാണ് കേട്ടോ. ഇതിന്റെ അളവൊന്നും കൃത്യമായിട്ട് ഞാനിവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എത്രയാണോ ലിപ്സ്റ്റിക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഇതുപോലെ വെറുതെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഡൈല്യൂട്ട് ആയി വരില്ല. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി കൊടുക്കാം. പെട്ടെന്ന് നമുക്കിത് മെൽറ്റ് ആയി വരും കേട്ടോ, കാരണം ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. 2 ബൗളിലുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കളറല്ലേ, കാര്യമായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കിന് വേണ്ടത് കളറാണ്. അപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഐഷാഡോയുടെ കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നന്നായിട്ട് അരച്ചെടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ രണ്ടിലും ഒന്നിൽ റെഡ് കളറും ഒന്നിൽ പിങ്ക് കളറുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലിയായിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള മോൾഡിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ കുറച്ച് സമയം വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലിപ്സ്റ്റിക് കുറഞ്ഞ വെച്ച അളവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് 2 ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിത് എങ്ങനെ വർക്ക് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ തേച്ചും കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കിട്ടിലനായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കളർ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളിതിൽ വാസ്ലൈനൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ചുണ്ടിലൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ലൈവായിട്ട് ഇവിടെ ഇട്ടും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ 2 കളറിലുള്ള ലിപ്സ്റ്റിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. പാത്രം വെക്കാൻ വേണ്ടിയിട്ട് എത്ര വലിയ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് പാത്രങ്ങളൊന്നും അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. എന്നാൽ ഇതുപോലുള്ള ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അടുക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐഡിയയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടി കാണിച്ചതുപോലെയുള്ള ബോട്ടിൽ അതിന് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പപ്പടത്തിന്റെ കോല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ അതിന്റെ മൂടിയിൽ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച ക്യാപ്പിൻ്റെ മൂടി ഒന്ന് ഊരിയെടുത്തതിന് ശേഷം ഈ രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊരു ചരടിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ടൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൂടെ കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പഴയ ഇതുപോലെ വളച്ചെടുത്ത് എസ് ഹുക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളടുത്ത് എസ് ഹുക്ക് ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ വെറുതെ കളയുന്ന മെറ്റൽ വളകളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ തവികളാണ് കേട്ടോ തൂക്കിയിട്ടിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ എത്ര തവി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടില്ലേ, നല്ല വെയിറ്റുള്ള സ്ക്രാപ്പറൊക്കെ ഇതിൽ ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ പാത്ര സ്റ്റാൻഡിലൊക്കെ ഇതുപോലെ തവിയൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ താഴേക്ക് ചാടും. പക്ഷേ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടി മറന്നു പോകരുത്. നിങ്ങളുടെ അടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല അതുപോലുള്ള യൂസ് ആൻഡ് ത്രോ ബൗൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ വളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എസുക്ക് ഇതുപോലെ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ ഒന്നുമില്ലെങ്കിലും ഇതുപോലെ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള ഒരു വളയുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ തവികളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറ്റും. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. കുറച്ച് വലിയ വളയാണെങ്കിൽ കുറച്ചധികം തന്നെ തവികളൊക്കെ നമുക്കിതുപോലെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും. കാണാനും നല്ല ഭംഗിയായിരിക്കും. അടുക്കളയിൽ ബോറായിട്ടൊന്നും നമുക്ക് തോന്നില്ല. കണ്ടില്ലേ, എടുക്കാനും വളരെ എളുപ്പമാണ്. ഒന്നെടുത്താൽ മറ്റേതൊന്നും ചാടിപ്പോകൊന്നും തന്നെ ഇല്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനും വെക്കാനും ഒക്കെ പറ്റും കേട്ടോ ഈ രീതിയിലും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലുള്ള ഒരു ഓർഗനൈസർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.
പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള പാത്രമൊക്കെ വെക്കാൻ പറ്റിയൊരു ഓർഗനൈസർ ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് എവിടെയും ഒരു സ്ഥലമില്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ പാത്ര സ്റ്റാൻഡിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിടുകയാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ അത് എടുക്കാനും വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. 5 പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഓർഗനൈസർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്തതായിട്ടും ഞാൻ കാണിക്കുന്നത് വള വെച്ചിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള മെറ്റൽ വളകൾ ഞാൻ സുഖമായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. എന്നിട്ടൊരു ഹാങ്ങറാണ് എടുത്തിട്ടുള്ളത്. വള ഇതുപോലെ ഒന്ന് ആ ചരട് ഉപയോഗിച്ചൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ എസ്ഒക്കിൽ ഇതുപോലെ നമുക്ക് തവികൾ തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കിച്ചണിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. തവികൾ മാത്രമല്ല കുഞ്ഞു കുഞ്ഞു കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച 3 ഓർഗനൈസർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഇനി വലിയ വില കൊടുത്ത് ഇതുപോലുള്ള ഓർഗനൈസർ ഒന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു ഐറ്റംസ് മാത്രം മതിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇതായിട്ട് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. 2 പിടി ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം ഉഴുന്നിൻ്റെ ആവശ്യമില്ല. പരിപ്പൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ അത് തന്നെ മതിയാവും. നിങ്ങൾക്ക് പരിപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ പരിപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 8 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരമാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത്രയും സമയം തന്നെ നമുക്ക് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ ദോശമാവ് എങ്ങനെയാണോ അരച്ചെടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇഡലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ കുറച്ച് തരിയായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇനയോ ഈസ്റ്റോ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാനിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അരച്ചിട്ട് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിതിലേക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചക്കയാണ് കേട്ടോ. നന്നായിട്ട് മൂത്ത ചക്കയാണ്, പഴുത്തിട്ടില്ല. നിങ്ങൾക്ക് പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ടും ഈ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്ത് നമുക്ക് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കയൊന്നും കഴിക്കാത്ത മക്കൾക്ക് ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കുക. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാവ് ഉപയോഗിച്ചിട്ട് ഇഡലി അതുപോലെ തന്നെ മധുരമില്ലാത്ത ഉണ്ണിയപ്പം എല്ലാം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മാത്രമല്ല നിങ്ങൾ മധുരച്ചക്ക ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ദോശ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ സുലഭമായിട്ട് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ല മുരിഞ്ഞ ചൂടോട് കൂടിയ നല്ല ക്രിസ്പി റോസ്റ്റും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസ് ആയിട്ട് ഉറപ്പായിട്ടും അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. കറിയില്ലാതെയും അല്ലെങ്കിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല അട പോലെയൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എങ്ങനെയായാലും ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. ഞാനിപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഗ്യാസ് എന്നുള്ളത്. ഉള്ള ഗ്യാസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള നല്ല കിടിലൻ ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ 1 മാസം നിൽക്കുന്ന ഗ്യാസ് നമുക്ക് 4 മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതുപോലെയാണോ നമ്മൾ ബർണർ കത്തുന്നത് എന്നാണ്. ഇതുപോലെ കത്തുകയാണെങ്കിൽ ബർണറിൽ നന്നായിട്ട് അടപ്പുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുമൂലം ഫ്ലെയിം എല്ലായിടത്തേക്കും നന്നായിട്ട് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗ്യാസ് പെട്ടെന്ന് നമുക്ക് തീരുകയും ചെയ്യും. ഗ്യാസ് സേവ് ചെയ്യാനുള്ള
മെയിനായിട്ടുള്ള ഒരു സംഭവം നമ്മളുടെ ഈ ഒരു ബർണർ തന്നെയാണ് കേട്ടോ. ഈ ബർണർ മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐഡിയ തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അഴുക്കുള്ള ഒരു ബർണറാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഹാർപ്പിക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ പുളി വെച്ചിട്ട് എങ്ങനെ ബർണർ ക്ലീൻ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ്സ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി നമ്മളെ ഹാർപ്പിക്കൊക്കെ റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഈ ഒരു ചൂടോട് കൂടെ തന്നെ ബർണർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ആറാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. വേറെ ഒന്നും തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഇപ്പം തന്നെ കണ്ടില്ലേ, ലൈവായിട്ട് അഴുക്കുകളൊക്കെ ഇളകി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ ആയാലും ഹാർപ്പിക് ആയാലും നല്ല ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി പോകുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ആ ബർണറിൻ്റെ കളർ തന്നെ നമുക്ക് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് കളയാം. അപ്പോൾ ഇതിൻ്റെ അഴുക്കുകളൊക്കെ പോയിട്ട് പുതിയതായിട്ട് നമ്മൾ എങ്ങനെയാണോ ബർണർ വാങ്ങിയുമ്പോൾ ഉണ്ടാവുന്നത് ആ രീതിയിൽ തന്നെ നമുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ലൈവായിട്ട് തന്നെ ഈ അഴുക്കൊക്കെ പോയിട്ട് ആ കരിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും, എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബർണർ പുതിയതുപോലെ തന്നെ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബർണറും ഞാൻ ഈ രീതിയിൽ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടാവും ഞാനിത് പുതിയത് വാങ്ങിച്ചു വെച്ചാണോ എന്ന്. ആ രീതിയിൽ നമുക്ക് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബർണർ നന്നായിട്ട് ക്ലീനായി വരും. അടപ്പുകളൊക്കെ പോയിട്ട് നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ബർണർ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ സമയമില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ മുട്ടുസൂചി ഉപയോഗിച്ച് ഈ ഹോളുകളൊക്കെ ഒന്ന് തുറന്നു കൊടുക്കുകയാണെങ്കിലും ഒരു പരിധി വരെ നമുക്കിത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് ലീക്കേജ് ആവുന്നത് ഈ ഒരു ഭാഗത്തൂടെ ആയിരിക്കും. നമ്മളിതിലുള്ള വാസർ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പൊട്ടി പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഊരിയെടുത്ത് വളരെ പെട്ടെന്ന് ഈ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലീക്കേജ് ഒക്കെ പോയിട്ട് നമുക്ക് ഗ്യാസ് കുറേ അധികം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുണ്ണാമ്പാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമ്മളെ അമ്മമാരെ മുത്തശ്ശിമാരെയൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. അവ മുറുക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നതാണ്. ഇത് മുറുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. മാത്രമല്ല നമ്മുടെ തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻസിനൊക്കെ വളരെ നല്ലതാണ്. ഗർഭിണികൾക്ക് നമ്മളത് ഭക്ഷണത്തിലൊക്കെ കലർത്തി കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കും ആവശ്യമായിട്ടുള്ള കാൽഷ്യം കിട്ടുന്നതാണ്. കുറച്ച് ചുണ്ണാമ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളുടെ മക്കൾക്കൊക്കെ കൊടുത്തു വരികയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഡൈജസ്റ്റീവ് പ്രശ്നം, വയറിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തിൽ ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിച്ചു വരികയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഗ്യാസ് കൂടുതലായിട്ടും ചിലവായി വരുന്നത് ഈ കടൽ വേവിക്കുക അതുപോലെ തന്നെ മൺപയർ വേവിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആയിരിക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് സോക്കായതിനു ശേഷം നമ്മൾ കടല പയറുവർഗ്ഗങ്ങളൊക്കെ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. ഗ്യാസും സേവ് ആവുന്നതാണ്. നിങ്ങൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിൽ ഹോട്ട് ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കത് സോക്കായി വരും. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാത്ത ഫ്ലാസ്ക്, നല്ല ചൂട് നിൽക്കുന്ന ഫ്ലാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ഇട്ട് കൊടുക്കാം. യൂസ് ചെയ്യുന്നതായാലും പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താലും മതിയാവും. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഒറ്റ വിസിലിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കടല വേവിക്കാം എന്നുള്ളൊരു ടിപ്പാണ്. ഞാൻ ഓൾറെഡി സോക്ക് ചെയ്തിട്ടുണ്ട്. സോക്ക് ചെയ്ത് വെച്ചാലും ഒരു 4 വിസിലാവുന്നവരെയും നമ്മൾ വേവിച്ചെടുക്കേണ്ടതുണ്ടാവും. എന്നാൽ ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് കടല വേവിച്ചെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ചുണ്ണാമ്പാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, അതിലുണ്ട് കേട്ടോ ചുണ്ണാമ്പ്. ഞാൻ ഇട്ടത് വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയതാണ്, അതായത് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ വിസിലേ വന്നിട്ടുള്ളൂ. എന്നിട്ട് ആ ഫ്ലെയിം അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ചുണ്ണാമ്പ് ഇട്ട് കൊടുക്കുന്നതിലൂടെ 2 ബെനിഫിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഈ ചുണ്ണാമ്പിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടും, അതുപോലെ തന്നെ ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഗ്യാസ് അധികം ചിലവാകാതെ ചോറ് വെക്കാനുള്ള ടിപ്പ്, അതുപോലെ തന്നെ ഗ്യാസ് സേവ് ചെയ്യാനുള്ള ടിപ്പൊക്കെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ വീട്ടിലേക്ക് ഡെലിവറി ആവുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ സീലൊക്കെ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് സാധനങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കരുത്. അതുപോലെ തന്നെ ചെറിയ പാത്രങ്ങൾ വെച്ച് കുക്ക് ചെയ്തതിനേക്കാളും എളുപ്പം ആ ഫ്ലെയിമിൽ ഒതുങ്ങി നിൽക്കുന്ന പാത്രങ്ങൾ ചൂസ് ചെയ്യുക. നന്നായിട്ട് അടച്ച് കുക്ക് ചെയ്യുക. പച്ചക്കറികളൊക്കെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.